ഇപ്പം ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ജനങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് MLA പ്രതിനിധി NHI അധികൃതർ ഇവരുമായിട്ട് ചർച്ച നടത്തി. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണെന്ന് ഉരുത്തിരിഞ്ഞത്. ഒന്ന്, ഈ നാശനഷ്ടങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ മൺസൂൺ മഴക്കാലം അടുത്ത് തന്നെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പായി ഈ മേലെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വീടുകളിൽ കയറാതിരിക്കാനുള്ള താൽക്കാലിക സംവിധാനം ഉടനെ ഒരുക്കും. 27/5/2025 മുമ്പേ ഒരുക്കും. അപ്പോൾ അതിന് നാളെ ഈ നമ്മുടെ നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധി, പിന്നെ NHIയുടെ ഭാഗത്തു നിന്നൊരു എഞ്ചിനീയർ, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർ, അങ്ങനെ ഒരു വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഒരു സംയുക്ത പരിശോധന നാളെ നടത്തി ഈ നിലവിലൊഴുകിക്കൊണ്ടിരിക്കുന്ന ഡ്രെയിനേജ് താൽക്കാലികമായി ശക്തിപ്പെടുത്താനുള്ള സംവിധാനം ഉടനെ ചെയ്യും. ഒന്നാമത്തെ തീരുമാനം അത് അവിടുത്തെ ജനങ്ങൾ ബോധ്യപ്പെട്ടു, അവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ സഹായസഹകരണങ്ങളും നാട്ടുകാരും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെയും കൂടി പ്രശ്നമായതുകൊണ്ട്. രണ്ടാമത്തത് ഈ വീടുകളിൽ ഉണ്ടായ നാശനഷ്ടമാണ്. അത് നാളെ തന്നെ പരിശോധിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഈടാക്കാനുള്ള നടപടികൾ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കും. റോഡിന്റെ മറുവശത്തെ ഇപ്പുറവശത്ത് വീടുകളിലേക്ക് കുത്തിയൊലിക്കുന്ന വെള്ളത്തിൽ റോഡിന്റെ മറുവശത്ത് നിന്ന് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ വ്യാപകമായി മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു. 2 തവണ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ വലിയ രീതിയിൽ ഭാഗം മണ്ണിടിച്ച് വീണിരുന്നു. അപ്പൊ അതിന്റെ സുരക്ഷാ തീർച്ചയായിട്ടും അതിന്റെ ഞാനത് പറഞ്ഞു വരുന്നത്, അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ നാളെ തന്നെ. കാരണം അത് ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല, കാരണം റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസാണ്. അത് NHI തന്നെ നേരിട്ട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അവർ നാളെ തന്നെ വിദഗ്ധ ടീമിനെ കൊണ്ടുവന്ന് എങ്ങനെ കൂടുതൽ മണ്ണിടിച്ചിൽ തടയാതിരിക്കാനും നിലവിലുള്ള ഇത് സംരക്ഷിക്കാനുള്ള സംവിധാനം അവർ NHIയുടെ ഭാഗത്തുനിന്നുണ്ടാവും. NHIയുടെ വിദഗ്ധ സമിതി വന്ന് പരിശോധിക്കും. അല്ല, അതിന് എന്തൊക്കെയാണ് അതിന് സാങ്കേതികമായിട്ട് അവർ തീരുമാനിക്കേണ്ട വിഷയമാണ്. അത് NHIയുടെ ഭാഗത്തുനിന്ന് സാങ്കേതികമായ പരിശോധന ഉണ്ടാവും. അതിനുശേഷം നടപടി അവർ സ്വീകരിക്കും. റീറ്റെയിനിങ് വോള് ബലപ്പെടുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ ഭാഗത്തുണ്ടാവും. അല്ല, അത് NHI ആണ് ഉത്തരം പറയേണ്ടത്. അതിൻ്റെ ഡിസൈൻ എന്താണെന്നും എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർ കൺസ്ട്രക്ഷൻ എന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് NHIയുടെ ഭാഗത്താണ് അവർ പറയേണ്ടത്. ഏതായാലും അത് ഇപ്പം ടെമ്പററി ആയിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർ പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ പിന്നീട് അവർ ഉണ്ടാക്കും. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഈ NHI നിർമ്മാണം പൂർത്തീകരിക്കുന്ന മുറക്ക് ഈ സ്ഥിരം സംവിധാനം എന്നുള്ള കാര്യം അത് കൂടുതൽ അവരൊരു പ്ലാൻ ഉണ്ടാക്കി ജില്ലാ കളക്ടറായിട്ട് സംസാരിച്ചിട്ട് അന്തിമമായിട്ട് തീരുമാനിക്കും. ഇല്ല, അത് അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. അത് NHI ആണ്. NHI സാങ്കേതിക പരിശോധനാ വിഭാഗം പരിശോധന ശേഷം മാത്രമേ അതിനൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ. അത് കാരണം നമ്മുടെ ഒരു സിവിൽ അതോറിറ്റിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റില്ല. അവർ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് അവർ യോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അവരുടെ ആശങ്കകൾ അകറ്റാനുള്ള എല്ലാ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അതിലവർ സംതൃപ്തരാണ്. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ അജിറ്റേഷൻ നിർത്തിവെച്ചിട്ടുള്ളത്. ഇത് താൽക്കാലിക സംവിധാനം 27 മുമ്പ് നാളെ തന്നെ അതിലൊരു വാർഡ് മെമ്പറും കൂടി ഉൾപ്പെടും. വാർഡ് മെമ്പർ അടക്കമുള്ളവരാണ് ഈ സംയുക്ത പരിശോധനയിലും ഈ കാര്യങ്ങൾ ആലോചിക്കുന്നതിലും നാളെ പരിശോധന നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നാട്ടുകാർ